നമസ്കാരം. RMP നേതാവ് KS ഹരിഹരന്റെ വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവത്തിൽ കണ്ടാലറിയാവുന്ന 3 പേർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. രാത്രി തന്റെ വീട് ആക്രമിച്ചതിന് പിന്നിൽ CPM ആണെന്നാണ് ഹരിഹരന്റെ ആരോപണം. അതിനിടെ ശൈലജ ടീച്ചറെ പൊതുവേദിയിൽ വാക്കുകളിലൂടെ അപമാനിച്ചതിന് ഹരിഹരന്റെ പേരിലും കേസെടുത്തിട്ടുണ്ട്. CPM അല്ലാതെ മറ്റാരും ഇത് ചെയ്യില്ലെന്നാണ് ഹരിഹരൻ പറയുന്നത്. ആക്രമണത്തിന് മുമ്പ് വീടിന് സമീപത്ത് കണ്ട കാർ വടകര രജിസ്ട്രേഷനിലുള്ളതാണെന്നും എന്നാൽ ഈ കാർ ഇതിനോടകം കൈമാറി കഴിഞ്ഞിട്ടുണ്ടാകുമെന്നുമാണ് ഹരിഹരൻ പറയുന്നത്. മാപ്പ് പറഞ്ഞാൽ തീരില്ലെന്ന CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനന്റെ പ്രസ്താവനയുടെ തുടർച്ചയാണ് ആക്രമണമെന്നും ഹരിഹരൻ ആരോപിച്ചു. എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസസ് ആക്ട് 3-5 വകുപ്പുകൾ പ്രകാരമാണ് കേസ്. വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. പുലർച്ചെ ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. മാരകമായ സ്ഫോടക വസ്തുക്കളല്ല ഉപയോഗിച്ചത് എന്നാണ് പ്രാഥമിക നിഗമനം. വിശദ പരിശോധനയ്ക്ക് സാമ്പിൾ അയച്ചിട്ടുണ്ട്. സമീപത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. രാത്രി 8:15ഓടെയാണ് ഹരിഹരന്റെ വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ ആക്രമണമുണ്ടായത്. സ്ഫോടക വസ്തു മതിലിൽ തട്ടി പൊട്ടി തെറിച്ചുപോയി. പോലീസ് ഉടനെ സ്ഥലത്തെത്തി പരിശോധന നടത്തി. സ്ഫോടക വസ്തു എറിഞ്ഞവർ പിന്നീട് വന്ന അവശിഷ്ടങ്ങൾ വാരിക്കൊണ്ടുപോയെന്നും ഹരിഹരൻ പറഞ്ഞു. അതേസമയം സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ ഹരിഹരനെതിരെ വടകര പോലീസ് കേസെടുത്തിട്ടുണ്ട്. P മോഹനന്റെ മകനെതിരെയും ആരോപണമുണ്ട്. RMP നേതാവ് KS ഹരിഹരന്റെ സ്ഫോടനാത്മകമായ പ്രസംഗം വൈറലായിരുന്നു. അതിലെ ഒരു നടിയെക്കുറിച്ചുള്ള വിവാദം നീക്കിയാലും മറ്റു ചില പരാമർശങ്ങളും ചർച്ചാ വിഷയമാവുകയാണ്. ഇതിൽ P മോഹനന്റെ മകനെതിരെയും പരാമർശമുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഹരിഹരൻ P മോഹനനെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. ഹരിഹരന്റെ പ്രസംഗത്തിൽ ഗോവ ഗവർണർ ശ്രീധരൻ പിള്ളയെ കാറിടിച്ചു കൊല്ലാൻ ശ്രമിച്ചത് CPM നേതാവ് P മോഹനന്റെ മകൻ നികിതാസ് ജൂലിയാസ് ആണോ എന്ന ചോദ്യം ഉയർന്നിരുന്നു. P മോഹനന്റെയും ലതികയുടെയും മകൻ നികിതാസ് ജൂലിയാസ് ആണല്ലോ കോഴിക്കോട് ജില്ലയിൽ CPMന്റെ സൈബർ ലോകത്തെ നിയന്ത്രിക്കുന്നത്. അവനാണല്ലോ PV അൻവർ MLA പ്രധാന ആൾ. ഇന്ദു മേനോൻ എന്ന എഴുത്തുകാരി പറയുന്നത് പ്രകാരമാണെങ്കിൽ അവനാണല്ലോ BJPയുടെ ശ്രീധരൻ പിള്ള എന്ന ഗവർണർക്ക് നേരെ കാർ ഓടിച്ചു കയറ്റി അയാളെ കൊല്ലാൻ നോക്കിയത്. ഇതൊക്കെ സൈബർ ലോകത്ത് വന്നതാണല്ലോ. ഇതും KS ഹരിഹരന്റെ വിവാദ പ്രസംഗത്തിന്റെ ഒരു ഭാഗമാണ്. ശ്രീധരൻ പിള്ള എന്ന ഗോവ ഗവർണറുടെ വാഹന വ്യൂഹത്തിലേക്ക് കാർ ഓടിച്ച് അയാളെ കൊല്ലാൻ ശ്രമിച്ചിട്ടും ശ്രീധരൻ പിള്ള പറഞ്ഞത് പയ്യനല്ലേ വിട്ടേക്കു എന്നാണ്. മാർക്സിന്റെയും ഏംഗൽസിന്റെയും 2 പുസ്തകവുമായി പോയതിനാണ് അലൻ ഷുഹൈബിനെ UAPA ചുമത്തി P മോഹനന്റെ നാട്ടിലെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അതേസമയം ഗോവ ഗവർണറെ കൊല്ലാൻ ശ്രമിച്ചതിന് കേസില്ല. KS ഹരിഹരന്റെ മറ്റൊരു ആരോപണം ഇതായിരുന്നു. എന്തായാലും KS ഹരിഹരന്റെ ഈ പ്രകോപന പ്രസംഗം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി പ്രചരിക്കുകയാണ്. ഇതിന് പിന്നാലെയാണ് ബോംബാക്രമണം ഉണ്ടായത്. ഹരിഹരന്റെ വീടിനെ രക്ഷിച്ചത് ചുറ്റുമതിലാണ്. നടിയുടെയും CPM നേതാവ് KK ശൈലജയുടെയും പേര് സൂചിപ്പിച്ചുകൊണ്ട് നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശമാണ് ഏറെ വിവാദമായത്. CPM DYFI തുടങ്ങിയ സംഘടനകൾ ഹരിഹരനെതിരെ കേസെടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇതിനിടെയുണ്ടായ ബോംബാക്രമണം CPMന് തിരിച്ചടിയാണ്. CPMന്റെ പരിശീലനം ലഭിച്ച മലപ്പുറം ജില്ലയ്ക്ക് പുറത്തുള്ളവരാണ് ആക്രമണം നടത്തിയതെന്ന് ഹരിഹരനും പറയുന്നു. കഴിഞ്ഞ ദിവസം വടകര രജിസ്ട്രേഷനിലുള്ള ചുവപ്പുകാറിൽ 5 അംഗ സംഘം എത്തി അസഭ്യം പറഞ്ഞിരുന്നു. ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചപ്പോൾ കാർ ഓടിച്ചുപോയി. കൊലവിളി മുദ്രാവാക്യം വിളിച്ച് ഒരു സംഘം വൈകിട്ട് പ്രകടനം നടത്തിയിരുന്നു. അക്രമികൾ ഇനിയും വരാൻ സാധ്യതയുണ്ട്. CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനൻ ആക്രമണത്തിനുള്ള ആഹ്വാനമാണ് നടത്തിയതെന്നും ഹരിഹരൻ വ്യക്തമാക്കിയിരുന്നു. സ്ത്രീകളോട് തുല്യതയോടെ പെരുമാറേണ്ട ഒരു സമൂഹത്തിൽ പുരുഷാധിപത്യപരമായ നിലപാട് സ്വീകരിക്കുമ്പോൾ അത് ശരിയായ രാഷ്ട്രീയമല്ലെന്ന തിരിച്ചറിവിലാണ് താൻ തിരുത്തൽ നടത്തിയത്. നമ്മുടെ ഉള്ളിൽ ഒരുപാട് ഫ്യൂഡൽ ഘടകങ്ങൾ കിടക്കുന്നുണ്ട്. അത് എത്ര മാറ്റാൻ ശ്രമിച്ചാലും അബോധമായി പുറത്തു വരും. ഇത് പൊതുപ്രസംഗത്തിൽ പ്ലാൻ ചെയ്ത് പറയുന്നതല്ലെന്നും ഹരിഹരൻ ചൂണ്ടിക്കാണിച്ചു. മുമ്പ് തെറ്റായ പരാമർശം നടത്തിയിട്ടുള്ള ഒരു CPM നേതാവ് പോലും ഖേദപ്രകടനം നടത്തിയിട്ടില്ല. എന്റെ രാഷ്ട്രീയത്തിന് പിഴവ് വന്നതിനാലാണ് താൻ ഖേദപ്രകടനം നടത്തിയത്. EK നായനാർ, VS അച്യുതാനന്ദൻ അടക്കമുള്ളവർക്ക് ഇത്തരം തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്റെ തെറ്റിനെ ന്യായീകരിക്കാൻ സാധിക്കില്ല. നായനാരും VSും അടക്കമുള്ളവർ തിരുത്തിയിട്ടില്ലെന്നും താൻ തിരുത്തിയെന്നും KS ഹരിഹരൻ ചൂണ്ടിക്കാണിച്ചു. പുതിയ രാഷ്ട്രീയത്തോടൊപ്പം സഞ്ചരിക്കുന്നതിൽ തനിക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ട്. കേസിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും ഹരിഹരൻ വ്യക്തമാക്കി. സ്കൂട്ടറിലെത്തിയ സംഘം തേഞ്ഞിപ്പാലം ഒലിപ്രം കടവിലെ ഹരിഹരന്റെ വീടിന് നേരെ സ്ഫോടക വസ്തു എറിയുകയായിരുന്നു. വീടിന്റെ ചുറ്റുമതിൽ തട്ടി പൊട്ടിയതിനാൽ അപകടം ഒഴിവായി. നന്ദി.